ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരുടെയും ഈദ് ദിവസം എങ്ങനെ പോകുന്നു? സുഖമായി പോകുന്നില്ലേ? അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈദിന് കുട്ടികൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകത അവർക്കായിരിക്കും അല്ലേ? അവരെന്താണോ പറയണത് അതായിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കുക. അങ്ങനെയാണ് കേട്ടോ ഇവിടെയും. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറിലുള്ള ഓരോ സാധനങ്ങളാണ് വേണ്ടത്. അതേപോലെ തന്നെ വെള്ളം കലക്കണതിലും ഇവിടെ രണ്ട് പേർക്കും രണ്ട് തരത്തിലാണ് കേട്ടോ. ഒരാൾക്ക് റൂഹഫ്സിയാണ്, ഒരാൾക്ക് ഇതാ സർബത്തുമാണ്. അങ്ങനെ രണ്ടും കലക്കി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 2 ഗ്ലാസ് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ തരത്തിലാണ് കലക്കണേ. അപ്പോൾ അതും കലക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓൾറെഡി ഇന്നലത്തെ പക്കോട മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതിൽ കുറച്ചുകൂടി മാവ് ആഡ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ കലക്കി വെക്കുകയാണ്. ഈ ഒരു പൊക്കോടൻ്റെ മാവ് കൊണ്ട് തന്നെ ഞങ്ങൾ 2 വെറൈറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുക. ആദ്യം ഒന്ന് പൊക്കോട ഉണ്ടാക്കും, അതിന് ശേഷം ബ്രെഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതിൽ മുക്കി പൊരിച്ച് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്ര അധികം ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ബ്രെഡ് ശരിക്കും സോസ് കൂട്ടി കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്ത് നോക്കാൻ മറക്കരുത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ജ്യൂസിനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് മാംഗോ ജ്യൂസ് അടിക്കണേ. അപ്പം മാംഗോ കട്ട് ചെയ്യാൻ എടുത്തിട്ട് വന്നാണ് കേട്ടോ. മാംഗോൻ്റെ പുറഭാഗം ഒന്നും കേടുണ്ടായിരുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് മാങ്ങ നോക്കുന്ന സമയത്ത് കേടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും വേറൊരു മാങ്ങ എടുത്ത് റെഡിയാക്കി. അതിന് ശേഷം ഞാൻ പക്കോടയ്ക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിയാൻ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിത്തലയും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ ഉള്ളിയുടെ ആ ഒരു നീരൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് മാവ് സെറ്റാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം എന്താ നമ്മൾ ചൂടൊന്ന് എണ്ണ ആയിട്ടുണ്ടോ നോക്കിയ ശേഷം എന്താ പക്കോട ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ചൂടോടെ വേണ്ടത് കാരണം ഞാൻ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുള്ളൂ. അതുവരെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് പതിവ്. ഇന്ന് കുട്ടികൾക്ക് സ്പെഷ്യൽ കട്ട്ലേറ്റ് തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ചിക്കൻ്റെ കിട്ടിയാൽ മതി. അത് കാരണം അവർക്ക് കട്ട്ലേറ്റ് മാത്രമാണ് കേട്ടോ സ്പെഷ്യൽ. ഇതവർ കഴിക്കും എങ്കിലും അവർക്ക് അതാണ് കൂടുതലിഷ്ടം. അതിന് ശേഷം എന്താ കട്ട്ലേറ്റ് നമ്മൾ ഫ്രീസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് 2 മണിക്കൂർ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും തണുപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പൊന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും പൊരിച്ചെടുത്ത് ഇനി ഞങ്ങൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടിയിട്ട് ടേബിൾ സെറ്റ് ചെയ്യാണ്. മോളാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈദിൻ്റെ പ്രിപ്പറേഷൻസ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും പ്ലേറ്റ് നിറയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് വേണ്ടതാണ് മുൻഗണന ആയതുകൊണ്ട് അവർ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയും ഒരു ടേബിൾ നിറയും കേട്ടോ. മാഷാ അല്ലാ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.